ഹത്താ ഇദാ ദാറകൂ ഫീഹാ ജമീഅ ഖാലത്ത് ഉഖ്റാഹും ലിഊലാഹും എന്ന ആയത്തിലുള്ളത് ദേ തിരിച്ചാ ഓതുന്നത്. ഊലാഹും ലി ഉഖ്റാഹും എന്നാ ഓതുന്നത്. ആയത്തിലുള്ളത് ഉഖ്റാഹും ലി ഊലാഹും എന്നാണ്. ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ ആ ലൈൻ കിടക്കുന്ന സാധനം നോക്കി, ഞാൻ ഓതിത്തരാം. ഖാലത്ത് ഉഖ്റാഹും ലി ഊലാഹും, അങ്ങനെയാണ് ഖുർആനിലുള്ളത്. ദേ ഓതിയത് കണ്ട, നേരെ തിരിഞ്ഞു. ഹാഫിളായതുകൊണ്ടാണ്. ഇപ്പൊ സാധാരണ ഒരാൾക്ക് അബദ്ധം പറ്റുമ്പോ കുഴപ്പമില്ല, പോരാ, അതല്ല പ്രശ്നം. ഇനി അടുത്ത ബാക്കി റബ്ബനാ ഹൗലാഇ അളല്ലൂന ഫആതിഹിം എന്ന ഈ ഹൗലാഇ അളല്ലൂന ഇല്ല. റബ്ബന അപ്പുറത്തുണ്ട്, ആതി ഇപ്പുറത്തുണ്ട്. ഹൗലാഇ അളല്ലൂന ഇല്ല, ഫ അത് ആ ഫാഉ ഇല്ല. ഒന്ന് വെച്ചു കൊടുത്താൽ ربنا آتهم ضعفين من النار عذابا من النار. എത്ര കൊടുക്കും അള്ളാഹ് കൊടുക്കും, കൊടുക്കാതിരിക്കത്തില്ല. എന്തായാലും അള്ളാഹ് കൊടുക്കും. ഇങ്ങനെ ഖുർആൻ ഓതിയ അപ്പോ آتهم ضعفين من النار عذابا من النار. എത്ര തെറ്റെന്നറിയോ? നിർത്തി അവിടെ, ഞാൻ പറഞ്ഞുതരാം. ഒന്ന് റബ്ബന, അതിന്റെ ശേഷമുള്ള ഹൗലാഇ അളല്ലൂന ഫ അത്രയും ഇല്ല. പിന്നെ ആതിഹിം, അതിന്റെ ശേഷം അദാബൻ ളിഅഫൻ എന്ന അദാബില്ല, ളിഅഫേ ഉള്ളൂ. പിന്നെ അവിടെ ളിഅഫൻ എന്നുള്ളത് എന്താ ആട്ടെ, ഒന്നുകൂടെ കേൾപ്പിച്ചവർ. ربنا آتهم ضعفين من النار عذابا من النار. കൊടുക്കും. ളിഅഫൈനി എന്നില്ല അവിടെ, ളിഅഫ് എന്നേ ഉള്ളൂ. ളിഅഫൈനി എന്നില്ല, ളിഅഫ് എന്നേ അവിടെ ഉള്ളൂ. അതിന്റെ മുമ്പ് അദാബ് എന്നുണ്ട്, അതും ഓതുന്നില്ല. ഒരു പദമൊക്കെ ഒരായത്തിൽ നിന്ന് 4-5 പദമൊക്കെ പോവെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഹാഫിദ് ചിന്നക്കട പള്ളിയിൽ തന്നെ ഇരിക്കണ്ടേ? എന്നിട്ടോ ബാക്കി കേട്ടോളി. ഖാല ലികുല്ലിൻ ളിഅഫ്, അത് അദ്ദേഹം ഓതുന്നുണ്ട്. പിന്നെ അതിന്റെ ശേഷം ഒരു അന്തവുമില്ല. അതിന്റെ ശേഷം വലാകിൻ ലാ തഅലമൂൻ, അത് കേൾക്കുന്നില്ല. വഖാലത്തു ഊലാഹും ലിയുഖറാഹും വമാ കാന ലക്കും അലൈനാ മിൻ ഫളൽ, അത്രയും കേൾക്കുന്നില്ല. പക്ഷേ വദൂഖുൽ അദാബ ബിമാ കുന്തും തക്സിബൂൻ എന്നാണ്. അതൊന്ന് കേട്ടോളി. ഖാല ലികുല്ലിൻ ളിഅഫ് ഫദൂഖൂ ബിമാ കുന്തും തക്സിബൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിന് അനുഭവിര്, രുചിക്ക്, അനുഭവിച്ചോ. എല്ലാവർക്കും ഇരട്ടി ശിക്ഷ അനുഭവിക്കും. കാരണം അവിടെയും തട്ടിപ്പ്. ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്സിബൂൻ എന്നാണ്. അവിടെ അല്ലാതാബില്ല. ഫദൂഖുൽ അദാബ എന്ന അദാബ് 5-6 അടുത്ത് പോയി. പിന്നെ ബിമാ കുന്തും എന്ന് ഫദൂഖു ബിമാ കുന്തും എന്നാക്കി. ഹാഫിളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറൊന്നുമല്ല. അപ്പോ ഫദൂഖു ബിമാ കുന്തും, പടച്ച റബ്ബേ, എത്ര പള്ളിയിൽ ഇങ്ങനെ ഓതിയിട്ടുണ്ടാവും ജീവിതത്തിൽ. ഇത് കയ്യോടെ പിടിക്കാൻ ഒരാൾ വന്നപ്പോ എതിരെ നോട്ടീസ്, എല്ലാവരും വിട്ടു നിൽക്കുക, സഹകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ്. സുബ്ഹാനല്ലാഹ്, ഒരായത്തില് 2-3 ആയത്ത് ഓതിയപ്പോഴത്തേക്ക് എത്ര 1-2 ഹർക്കത്ത് മാറിയതൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പ്രശ്നമാക്കൂല. ഇത്രയേറെ ഖുർആൻ പിഴവുകളുടെ ഭാണ്ഡം ചുമക്കുന്ന ഖാസിമി താൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഖിറാഅത്തിന്റെ ഇമാം ആരാണെന്നത് പറയുന്നത് കേൾക്കൂ. ഓതുന്ന എന്റെ ഖിറാഅത്തൊക്കെ ഹഫ്സ് റളിയല്ലാഹു അൻഹു ഓതിയ മാതിരി ഞാൻ ഓതുന്നേന്ന് വെച്ചുകൊടുത്തവരെ. ഇന്ന് നമ്മൾ ഓതുന്നത് ഒരു ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ചാണ്. എന്തിനാ നമ്മൾ മറച്ചു വെക്കുന്നത്? അങ്ങ് പറഞ്ഞേക്കാം, ചിലപ്പോ ഇനി പറയുന്ന തെറ്റാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തിരുത്തി കിട്ടുമല്ലോ. ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഓതിയ ആ ശൈലിയിലാണ് ഇന്ന് നമ്മളിപ്പോ സാധാ ഇപ്പൊ നമ്മളൊക്കെ കേൾക്കുന്ന രീതിയിലുള്ള ഖിറാഅത്ത് ഓതുന്നത്. പടച്ചോനാണ് ഹഫ്സ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓതിയിട്ടില്ലേ? തിരുത്തി തരുമെന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി തന്നതാണ്. നമ്മുടെ ഖിറാഅത്തിന്റെ ഇമാം ആസിം റളിയല്ലാഹു അൻഹു ആണെന്ന് പോലും നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാതെ പോയല്ലോ ഖാസിമി. ഹഫ്സ് റളിയല്ലാഹു അൻഹു റാവിയാണെന്നു കൂടി പഠിക്കുക. ഖാസിമിയുടെ ആയത്ത് തട്ടിപ്പുകൾ ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഇനിയും നോക്കൂ അദ്ദേഹത്തിന്റെ തിരുമറികൾ. فقل استغفروا ربكم إنه كان غفارا
സൂറത്ത് നൂഹ് കേട്ടോ. ഇനിയൊക്കെ നിങ്ങളും കൂടെ ഒന്ന് എടുത്തു വെച്ച് നോക്കണം. ചിലപ്പോ ഞാനീ പറയുമ്പോ ഒരു പക്ഷെ ഇല്ലാത്തതൊക്കെ പറഞ്ഞാലോ എനിക്കൊരു പേടിയുണ്ട്. നൂഹ് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാരും ഈ ആയത്ത്. فقل استغفروا ربكم إنه كان غفارا. ഖുൽതു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാ. ആ തൂവങ്ങ് പോയാൽ കുൽ നീ പറഞ്ഞു എന്നാ അർത്ഥം. പറഞ്ഞു എന്നാണ്. ഇത്രയും അർത്ഥം വരെ മാറ്റിത്തിരുത്തുന്ന അക്ഷര വ്യതിയാനത്തിലൂടെ ഓതിയിട്ട് പറയാ ഞാൻ ചിലപ്പോ തെറ്റേക്ക് നിങ്ങൾ എടുത്തു വെച്ച് നോക്കണേന്ന്. എവിടുന്നാ കുഞ്ഞ ഹാഫിളായത്? ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കണം എന്ന താങ്കളുടെ ഉപദേശം സ്വന്തത്തെക്കുറിച്ചു തന്നെയാണെന്ന്. ഖിറാഅത്ത് ഉള്ളതാ, ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ഖിറാഅത്ത് ഉള്ളതാണ്, പഠിക്കണം, ഖുർആൻ പഠിക്കണം. അതിന് ഖുർആൻ ഓതുന്നവരെയൊന്നും കളിയാക്കണ്ട, കാര്യമൊന്നുമില്ല. ഖുർആൻ ഓതി പഠിക്കണം. ഖിറാഅത്ത് ഉള്ളതാ, ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ഖിറാഅത്ത് ഉള്ളതാണ്, പഠിക്കണം, ഖുർആൻ പഠിക്കണം. അതിന് ഖുർആൻ ഓതുന്നവരെയൊന്നും കളിയാക്കണ്ട, കാര്യമൊന്നുമില്ല. ഖുർആൻ ഓതി പഠിക്കണം. ഇത്രയേറെ ഗൗരവമായ തെറ്റുകൾ ഖുർആനിൽ വരുത്തിവെച്ചിട്ട് പോലും താങ്കളെ ആരും തിരുത്തിയിട്ടില്ലെന്നാണ് ജനങ്ങളോടുള്ള നിങ്ങളുടെ പ്രഖ്യാപനം. നമസ്കരിക്കുന്നു. ഒരാലിമ് പോലും എന്റെ കൈക്ക് പിടിച്ചിട്ട് സഹോദരാ നീ ഖുർആൻ ഓതുന്നത് തെറ്റാണ് എന്ന് ഒരാലിമ് പോലും പറഞ്ഞിട്ടില്ല. ആദ്യമായി പറയുന്നത് ഈ മഹാനായ വ്യക്തിയാണ്. നമസ്കരിക്കുന്നു. ഒരാലിമ് പോലും എന്റെ കൈക്ക് പിടിച്ചിട്ട് സഹോദരാ നീ ഖുർആൻ ഓതുന്നത് തെറ്റാണ് എന്ന് ഒരാലിമ് പോലും പറഞ്ഞിട്ടില്ല. ആദ്യമായി പറയുന്നത് ഈ മഹാനായ വ്യക്തിയാണ്. ആരും ആ സാഹസത്തിന് മുതിരാത്തത് എന്താണെന്ന് നിങ്ങളുടെ വാക്കുകളിലൂടെ ജനം മനസ്സിലാക്കുന്നു. തിരുത്തി തരുന്നവരോടുള്ള താങ്കളുടെ പ്രതികരണം ഇപ്രകാരമായിരിക്കുമല്ലോ. ഖുർആൻ ഓതാൻ അറിയാൻ വയ്യാതെ, ഖുർആനിന്റെ നിയമം അറിയാൻ വയ്യാതെ, തജ്വീദ് പോലും പഠിക്കാതെ ആരെങ്കിലും ഓതുന്നത് കേട്ടിട്ട് കുശുമ്പ് കൊണ്ട്, ഹസദ് കൊണ്ട്, അസൂയ കൊണ്ട് എന്തിനാ സഹോദരാ ഖുർആനിനെ കുറ്റം പറയുന്നത്? ഇതൊക്കെ കണ്ടും കേട്ടുമിരിക്കുന്ന പൊതുജനം പറയട്ടെ. ഇനി നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തീരുമാനിക്കും ആരുടെ പറയാൻ. ബഹുമാനമുള്ള സഹോദരൻ എങ്ങനെ പറയാൻ തോന്നുന്നു എന്റെ അല്ലാഹ്? നിങ്ങൾ തീരുമാനിക്കും ആരുടെ പറയാൻ. ബഹുമാനമുള്ള സഹോദരൻ എങ്ങനെ പറയാൻ തോന്നുന്നു എന്റെ അല്ലാഹ്? ഇനി തീരുമാനിച്ചോ നിസ്കരിക്കണോ വേണ്ടായോ? ആരുടെ പിറകെ നിസ്കരിക്കണമെന്നും ആര് തൗബ ചെയ്യണമെന്നും ആര് മാപ്പ് പറയണമെന്നും തീരുമാനിച്ചോ നിങ്ങൾ? തജ്വീദിലുള്ള അജ്ഞത മൂലം തെറ്റല്ലാത്ത ഖുർആൻ പാരായണത്തെ തെറ്റായി ചിത്രീകരിച്ച് ഞങ്ങളുടെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഖാസിമിയുടെ വമ്പത്തരം നോക്കൂ. പറയും റബ്ബനാ ഇന്നനാ അത്അനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീൽ. ഫഅളല്ലൂന സബീൽ അങ്ങനെ ഒരു ആയത്തില്ല. ഫഅളല്ലൂന സബീലാ എന്നിട്ട് എന്നോട് പറഞ്ഞു ഖുർആൻ ഓതാ അറിയാവോ കാസിമി? നിങ്ങൾ ഓതിയ ആയത്ത് മുഴുവൻ തെറ്റല്ലേ കാസിമി? തജ്വീദിന്റെ അംശം എന്തെന്ന് മനസ്സിലാകാത്ത ബഹുമാനപ്പെട്ട സക്കാവി ഉസ്താദിന്റെ മുന്നിൽ ഖുർആൻ ഓതിയ അദ്ദേഹത്തിന് പാട്ടുപോലെ തോന്നും. ഫഅളല്ലൂന സബീല എന്നാണ് പരിശുദ്ധ. നിർത്തേണ്ട രീതി എങ്ങനെയാണ്? സബീല എന്നുള്ളത് സബീൽ എന്ന് പറഞ്ഞു നിർത്തി. പഠിക്കുക കാസിമി. സബഅത്ത് ഖുർആനിൽപ്പെട്ട ഇമാം അബൂ അംർ, ഇമാം ഹംസ റളിയല്ലാഹു അൻഹുമ എന്നീ ഇമാമുകൾ അംഗീകരിച്ചതാണ് അസ്സബീൽ എന്ന പാരായണം. കിതാബുൻ നശ്റിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിനെയാണ് അങ്ങനെ ഒരു ആയത്തില്ല എന്ന് പറഞ്ഞ് കാസിമി നിഷേധിക്കുന്നത്. ഓ കാസിമി, ഖുർആനിന്റെ ഒരക്ഷരമെങ്കിലും നിഷേധിച്ചാൽ അത് മതനിരാസമാണെന്ന് താങ്കൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഒരു ആയത്ത് തന്നെ നിഷേധിച്ച